ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി എത്ര നരച്ച മുടിയാണേലും പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഇതാണ്. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കെമിക്കൽ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ഡേയുടെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, നമ്മൾ മാവൊക്കെ അരച്ച് വെക്കുമ്പോൾ അപ്പത്തിനാണെങ്കിലും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈസ്റ്റ് സോഡാപ്പൊടി എന്തെങ്കിലും ഒന്ന് ചേർത്തിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കൊരു ചില്ലി ഗ്ലാസ് അരച്ച മാവിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് വെളിയിലൊരു തുള്ളി പോലും തൂകാതെ കറക്റ്റായിട്ട് പുളിച്ച് പൊങ്ങി നമുക്ക് നമ്മുടെ മാവ് കിട്ടും. അധികം പുളിയോ ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് മാവിരിക്കുകയും ചെയ്ത് കണ്ടില്ലേ. ഇതുപോലൊരു ചില്ലി ഗ്ലാസ് മാവ് അരയ്ക്കുമ്പോൾ അരിയും ഉഴുന്നും ചോറരയ്ക്കുന്നവരുണ്ട്, ചോറരയ്ക്കുക അല്ലെങ്കിൽ റവ എന്ന് അരച്ചിട്ടാലും മതി. അതിനുശേഷം അത് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് അതിലേക്ക് കമഴ്ത്തി വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മാവെല്ലാം പുളിച്ച് പൊങ്ങി തറയിലൊന്നും തൂകാതെ നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും മസാല ദോശയ്ക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ആ ചില്ലി ഗ്ലാസ് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മാവ് ഐസ്ക്രീം പതഞ്ഞിരിക്കുന്ന പോലെ എല്ലാം ഇരിക്കുന്നത് നോക്കിക്കേ. കണ്ടില്ലേ, നമുക്ക് ഒരു തവി കൊണ്ട് ഒന്ന് ജസ്റ്റ് നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. ഒരുപാട് കുത്തി ഇളക്കരുത് കേട്ടോ. കുത്തി ഇളക്കിയാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ നഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ മാവിൻ്റെ എടുത്ത് കണ്ടില്ലേ, ഐസ്ക്രീം എടുത്ത് വെക്കുന്ന പോലെ തന്നെയില്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തേക്കുക. ജസ്റ്റ് പതുക്കെ ഒന്ന് വേണം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ മാവ് ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് കുത്തി ഇളക്കല്ലേ. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലിട്ട് ആദ്യമേ ഇഡ്ഡലിയൊക്കെ നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ നിന്ന് ഇളകി വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പാത്രം ഒന്ന് ചൂടായിരിക്കും. വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. ആ ചൂടായ തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ച് എടുത്ത് വെക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമ്മുടെ ബോൾ പോലത്തെ ഇഡ്ഡലി വരും കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടൊരു ഗുണ്ടുമണി പോലെ ഇരിക്കും നമ്മുടെ ഇഡ്ഡലിയും ദോശയും എല്ലാം. അപ്പോൾ ഞാനിന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ ആ ഇഡ്ഡലി ഒന്ന് കണ്ടു നോക്കും. നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റാണ് കേട്ടോ. കറിയിലൊക്കെ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കറിയൊക്കെ അതിൽ അലിഞ്ഞ് ചേരും. അത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലിയാണ്. അപ്പോൾ അത് ഇഡ്ഡലി എല്ലാം ഒന്ന് ഇതുപോലെ ഒഴിച്ച് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇഡ്ഡലി ഉണ്ടാക്കി കാണിച്ചു തരാം. നല്ല പോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ബോൾ പോലെ കണ്ട ഇതേ രീതിയിൽ നല്ല സോഫ്റ്റോട് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിപ്പ് കൂടെ പറഞ്ഞു തരാം. നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് തട്ടിൽ നിന്ന് ചിലപ്പോൾ എല്ലാവർക്കും ഇഡ്ഡലി ഇളകി വരണമെന്നില്ല. അങ്ങനെയുള്ളവർ നമ്മളൊരു തട്ടെടുത്തിട്ട് ആ ഇഡ്ഡലി വേവിച്ച ആ തട്ട് ജസ്റ്റ് നമ്മുടെ പൈപ്പിൻ്റെ ചുവട്ടിൽ കമത്തി പിടിച്ച് വെള്ളം ഒഴിക്കുക. ഇഡ്ഡലിയോട് ഇങ്ങനെ മുകളിലല്ല ഒഴിക്കുന്നത്, അല്ല ഇച്ചിരി മുകളിലായിട്ട് നമ്മുടെ ഇഡ്ഡലിയുടെ മുകളിലായിട്ട് വെള്ളം തളിച്ച് വിട്ടാലും മതി. അല്ലെങ്കിൽ കമത്തി പിടിച്ച് പൈപ്പിൻ്റെ ഇവിടെ കമത്തി പിടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി ഇതിലിങ്ങനെ വേണം കമത്തി പിടിക്കാനായിട്ട്. ഇങ്ങനെ ഒഴിച്ച് വെള്ളം വിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ഇളകി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇഡ്ഡലി എല്ലാം ഇളക്കി എടുത്തിട്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. എൻ്റെ ഈ ഇഡ്ഡലി പാത്രം ചെറിയ ഇഡ്ഡലിയുടെ ഇതായത് കാരണമാണ് ചെറുതായിട്ടിരിക്കുന്നത്. വലിയ ഇഡ്ഡലി തട്ടാണെങ്കിൽ നല്ല മുഴുത്ത ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലി എടുത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇഡ്ഡലി, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ ചില്ലി ഗ്ലാസ് ഇട്ട് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതിൻ്റെ ഈസ്റ്റ് ബേക്കിംഗ് സോഡ അങ്ങനെ ഒന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഇഡ്ഡലിക്ക് ചോറരച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് അതിൻ്റെ അകത്തെ ഉള്ളിൽ നാര് പോലെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ഇഡ്ഡലിക്ക്. നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ദോശയും നമുക്കിങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കറികളൊക്കെ എടുക്കുമ്പോൾ നല്ല കട്ടയായിട്ടായിരിക്കും കറികൾ ഇരിക്കാറല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ടുകൊണ്ട് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കറികൾ ചൂടാക്കരുത്. ആ കറി ചള്ളായിപ്പോൾ. അത് മാത്രമല്ല അത് നമ്മുടെ ശരീരത്തിന് നല്ലതുമല്ല കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ ഹാനികരമാണ് അങ്ങനെ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ അല്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ മുമ്പോ 2 മണിക്കൂർ മുമ്പ് അതെടുത്ത് വെളിയിൽ വെച്ചതിന് ശേഷം ചൂടാക്കുവാണെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കരുത്. ഇതേ രീതിയിൽ ചൂടാക്കുക. ഒരു വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് തിളപ്പിക്കുക. ആ വെള്ളത്തിലേക്ക് വേണം നമ്മൾ കറിയൊക്കെ ഏത് കറിയാണെങ്കിലും നിങ്ങൾ ഇറക്കി വെച്ച് ചൂടാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇപ്പം ഞാനത് ഇതുപോലെ ഒരു ചെറുവത്തി വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചമ്മന്തി തന്നെയാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഈ ഒരു ഇലയുടെ കഴിച്ചവരാരെങ്കിലും ഉണ്ടോ? ഈ ഒരു ഇലയുടെ നമ്മുടെ സാധാരണ ഇലയുടെ അല്ലത് കേട്ടോ. ഇത് നമ്മൾ
തെങ്ങിൻ ചൊട്ടയെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. തെങ്ങിൻ ചൊട്ടയും കൊണ്ട് അരച്ച് ഉണ്ടാക്കിയ ഇലയുടെയാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ കുത്തരി, നമ്മുടെ മട്ട അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അത് അരകല്ലിൽ അരച്ചെടുത്തിട്ട് ഈ തെങ്ങിൻ ചൊട്ടയെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. പണ്ടത്തെ അമ്മമാരൊക്കെ മുത്തശ്ശിമാരൊക്കെ ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക്, നമുക്ക് സ്ത്രീകൾക്ക് പിന്നെ നടുവേദന ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തെങ്ങിൻ ചൊട്ട കൊണ്ട് ലേഹ്യം ഉണ്ടാക്കി തരികയും അത് അരച്ച് തരുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു തെങ്ങിൻ ചൊട്ടയാണ് ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് അരി നല്ലപോലെ അരച്ചെടുക്കുക. കുതിർത്ത് വെച്ചതിന് ശേഷം 8 മണിക്കൂറെങ്കിലും കുത്തരി ഒന്ന് കുതിർന്ന് കിട്ടണം. എന്നിട്ട് അരകല്ലിൽ അരച്ചെടുക്കുക. അതിലേക്ക് ഈ തെങ്ങിൻ ചൊട്ടയും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങയെ അതുപോലെ ചെറു ജീരകം എള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ശർക്കരയാണെങ്കിലും അല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഈ ഇലയിൽ, വാഴ ഇലയിൽ നല്ലപോലെ കൈകൊണ്ട് പരത്തിയിട്ട് ആവി കയറ്റുന്നതാണ് ഈ ഇലയുടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും തെങ്ങിൻ ചൊട്ടയും കൊണ്ടുണ്ടാക്കിയ ഈ ഒരു അപ്പം കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് തെങ്ങിൻ ചൊട്ടയും കൂടെ ഒന്ന് അറിയാവുന്നവർ പറയുകയും ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത ടിപ്പ്, നമുക്ക് പെട്ടെന്നൊരു കാലുവേദന, കുതിങ്കാല് വേദന എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനൊരു ടിപ്പ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലൊരു പഴയ ഒരു പാത്രം എടുക്കുക. അധികം യൂസ് ചെയ്യാത്ത പാത്രം എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അത് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാലതിലേക്ക് മുക്കി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആ ചൂട് പോകുന്നിടം വരെ ഒന്ന് മുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കുതിങ്കാലിനുണ്ടാകുന്ന വേദന, പ്രത്യേകിച്ച് ഡ്രൈവർമാർ പിന്നെ വണ്ടിയൊക്കെ ഓടിക്കും, അവരുടെ കൈയുടെ കുഴയ്ക്കും, അതുപോലെ തന്നെ കാലിൻ്റെ കുതിങ്കാലിനും ഒക്കെ വളരെ വേദനയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെ വെള്ളം ഒന്ന് ചൂടാക്കി വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇതുപോലെ ചൂടാക്കി ഒരു 10-20 മിനിറ്റ് അവരുടെ കാലൊന്ന് വെള്ളത്തിൽ മുക്കി വെക്കുവാണെങ്കിൽ അവർക്ക് നമ്മുടെ കൈ ഒന്ന് മുക്കുന്ന പൊള്ളരെ ചൂടേ വരാവുള്ളൂ. പിന്നെ നിങ്ങൾ ഇതിനകത്തൊരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ പച്ചക്കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ പാത്രത്തിൽ, ഒരു വലിയ പാത്രം, ഇപ്പോൾ ചെറിയ പാത്രമായിപ്പോയി വലിയൊരു പാത്രത്തിൽ എടുക്കുവാണെങ്കിൽ കാല് ഫുള്ളും ആ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് വേദന കുറയും കേട്ടോ. കുതിങ്കാലിൻ്റെ ഭാഗത്തുള്ള വേദന പെട്ടെന്ന് കുറയും. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് കാലിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയ പാത്രമാണെങ്കിൽ അത് മുങ്ങിയിരുന്നോളും കേട്ടോ. വലിയ ചൂടൊന്നും ഇല്ലാത്ത വെള്ളമാണ്, ഒരുപാട് തിളച്ച വെള്ളമൊന്നും വെച്ച് കൊടുക്കരുത്, ചെറു ചൂടുവെള്ളമേ വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ ഇപ്പം നമുക്കുണ്ടാകുന്ന അകാലനര, അത് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമന്യേ ഭയങ്കര മുടി നരയാണ് അല്ലേ. കുട്ടിക്കാലം മുതൽ മുടി നരച്ച് വരികയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് യാതൊരു കെമിക്കലോ ഒന്നുമില്ലാതെ തന്നെ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ നമ്മുടെ മുടി ഒന്ന് കറുപ്പിച്ചെടുത്താലും അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് എടുത്തേക്ക്. നിങ്ങളുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ അന്ന് വെച്ച കഞ്ഞിവെള്ളമാണെങ്കിലും മതി കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാൻ, കണ്ടീഷണർ ചെയ്യാൻ വളരെ നല്ലതാണ് നമ്മുടെ കഞ്ഞിവെള്ളം. നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ തഴച്ച് വളരും, മുടി വേരോടുകൂടി കറുത്ത് തന്നെ വളരും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് നിങ്ങൾ ഒറ്റ യൂസ് ചെയ്ത റിസൾട്ട് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇത് തുടരെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. നമുക്ക് കെമിക്കലൊന്നും മേടിച്ച് തലയിൽ അടിക്കാതെ തന്നെ വീട്ടിൽ നാച്ചുറലായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വീട്ടുവൈദ്യമാണ് കേട്ടോ. അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മുടിക്ക് പോഷണവും നിറവും നൽകാനായിട്ട് ഈ ടിപ്പ് നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് കേട്ടോ. നിരന്തരമായിട്ട് നമുക്ക് ഒരുപാട് മുടി പൊടിച്ചിലൊക്കെ ഉണ്ടെങ്കിലും മുടി കുറയാനും മുടി ശക്തമായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഭൃംഗരാജയുടെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നെല്ലിക്കാപ്പൊടിയാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നിങ്ങളുടെ കയ്യിൽ എന്തോരം ചെമ്പരത്തിപ്പൂവുണ്ട് അത് നിങ്ങൾ മിക്സിയുടെ ജാറിയിട്ട് അരച്ചിട്ട് ഇതിനകത്ത് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് 2 എണ്ണത്തിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളായിരുന്നു. അത് 2 ഞാൻ അങ്ങ് ഞെവടിയാണ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിനും ഇതിന് കൂടെ നല്ല ബ്ലാക്ക് കളർ വരികയും ചെയ്യും. മുടി നല്ലപോലെ ഇത് തലയിലേക്ക് പുരട്ടുമ്പോൾ നല്ലപോലെ മുടി ആർത്ത് കിളുക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്, തലയ്ക്കൊക്കെ നല്ലൊരു സുഖമാണ്. പിന്നെ നമ്മൾ കെമിക്കൽ അടിക്കുന്ന പോലെ ഒറ്റയടിക്കൊന്നും കറുത്ത് കിട്ടത്തൊന്നുമില്ല. ഇത് നമ്മൾ 1-2 ദിവസം നമ്മൾ കൂടുതലായിട്ട് ചെയ്ത് വിടുവാണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തുടർച്ചയായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റം വരുന്നതായിരിക്കും. എന്തായാലും ഒറ്റ യൂസ് നമ്മൾ നരച്ച മുടി ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നത് കാണാൻ പറ്റും. അതുമാത്രമല്ല നമ്മുടെ മുടി ആ ഒരു ഇരിക്കെ
പെട്ടെന്ന് തന്നെ കറുപ്പാനും സഹായിക്കുന്നതാണ്, കറുത്ത മുടി വളർന്നു വരാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വെച്ച് കുറുക്കി എടുക്കുകയോ ചൂടാക്കുകയോ ഒന്നും വേണ്ട. അതിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് കയ്യിൽ ഈ ഒരു വെള്ളം രീതിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിത് സ്പ്രേ ചെയ്യുകയോ ചെയ്യാം, അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ കോട്ടണിലെ പഞ്ഞി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മുക്കി നമ്മുടെ തലയോട്ടി സഹിതം തേച്ച് മുടി ഫുള്ളും തേച്ച് വെക്കുക. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയുക. സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇത് ഒരു ഓവർനൈറ്റ് ഫുള്ള് വെക്കുന്നുണ്ട്, എന്നിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ. ഉടനെ നമ്മൾ ചെയ്യരുത് കേട്ടോ. ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ട് ശേഷം ഇത് കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറായിട്ടുണ്ടല്ലോ. അപ്പോൾ 2-3 ചെമ്പരത്തിയുടെ പൂവുള്ളത് കാരണം ഞാൻ കൈ കൊണ്ട് തന്നെ അതെടുത്ത് മാറ്റുന്നുണ്ട്. അത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കറുത്ത് തന്നെ ആ വെള്ളം കിട്ടിയിട്ടുണ്ട്, ആ ഒരു മിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടിച്ചിട്ട് സ്പ്രേ ബോട്ടിലേക്ക് വേണേൽ മാറ്റാം കേട്ടോ. സ്പ്രേ ബോട്ടിൽ അടിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എളുപ്പമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പഞ്ഞിയിലെടുത്ത് നമ്മുടെ തലയോട്ടിയിലെല്ലാം വകഞ്ഞ് മുടി വകഞ്ഞ് തലയോട്ടി സഹിതം നരച്ച മുടിയുള്ള ഭാഗത്തേക്ക് നല്ല കട്ടിക്ക് തന്നെ പുരട്ടുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കഴുകിക്കളയുക. ഇത് നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യുക, മറക്കാതെ തുടർച്ച ചെയ്യുക കേട്ടോ. ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അലർജിയൊക്കെ ഉള്ളവർക്ക്, കെമിക്കലൊക്കെ മേടിച്ച് അലർജിയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു ടിപ്പാണ്. കഞ്ഞിവെള്ളം, ചെമ്പരത്തിപ്പൂവ്, അതുപോലെ നമ്മുടെ നെല്ലിക്കാപ്പൊടി, ഇത്ര മാത്രം മതി. നമ്മുടെ വീട്ടിൽ സ്ഥിരമുള്ളതാണ്. അപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒത്തിരി വീട്ടമ്മമാരൊക്കെ കാണാം, അവർക്കൊക്കെ വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും കൊച്ചു കുട്ടികൾക്കും പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരിതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അതിൻ്റെ കളറ്. ഈ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ബ്ലാക്ക് കളറിലാട്ടോ. ഒന്നിപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും